പഹൽഗാം ആക്രമണവുമായി ബന്ധപ്പെട്ട് നിലവിൽ കാശ്മീർ ജനത മുഴുവൻ വളരെയധികം പ്രക്ഷോഭത്തിലേക്ക് വരുന്നൊരു സാഹചര്യമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. കാശ്മീരി ജനത നരേന്ദ്രമോദിയോടും അതുപോലെ തന്നെ അമിത് ഷായോടും ചോദിക്കുന്ന ചില ചോദ്യങ്ങളുണ്ട്. നമുക്ക് ആ വീഡിയോ ഒന്ന് ജസ്റ്റ് ഒന്ന് കാണാം. जवाब मैं यहाँ से जम्मू कश्मीर की आवाम की तरफ से माननीय प्रधानमंत्री साहब, माननीय होम मिनिस्टर साहब, मैं आपसे ये सवाल करता हूँ और आज एक कश्मीरी ने प्रूव कर दिया, अपनी जान देकर उसने प्रूव कर दिया कि मेहमान नवाजी का इससे ज्यादा बड़ा वो कोई सदका पेश नहीं, कोई सबूत वो पेश नहीं कर सकता. जख्मी അതായത് ഈ ആക്രമണം നടക്കുന്ന സമയത്ത് അവിടെ തന്നെ ഒരു കാശ്മീരി യുവാവിന് മരണമേറ്റിരുന്നു. ആ മരണം ഏൽക്കുന്നതിന്റെ അല്ലെങ്കിൽ മരണം വരിക്കുന്നതിന്റെ കാരണങ്ങളൊക്കെ തന്നെ നമുക്കറിയാം. സഹായവുമായി ബന്ധപ്പെട്ട്, അതായത് അവിടേക്ക് വന്ന ടൂറിസ്റ്റുകളെ രക്ഷിക്കുന്നതിനിടയിൽ തോക്ക് തട്ടിമാറ്റുന്ന ഒരു സമയത്താണ് അദ്ദേഹത്തിന് വെടിയേൽക്കുന്നത്. അപ്പൊ ഈ ഒരു വിഷയത്തെ സംബന്ധിച്ച ഒക്കെ തന്നെയാണ് കുറെ ചോദ്യങ്ങളുമായിട്ട് കാശ്മീരി ജനത മുന്നോട്ട് വന്നിരിക്കുന്നത്. അവർ ചോദിക്കുന്നത്, കാശ്മീരിനുള്ളിലേക്ക് തീവ്രവാദികൾ, ആതങ്കവാദികൾ എങ്ങനെ വന്നു, അല്ലെങ്കിൽ അതിനുള്ള കാരണം എന്താണ് എന്നൊക്കെയാണ് കാശ്മീർ ഒരു ജനത മുഴുവൻ ഈ വ്യക്തിയുടെ മരണമായിട്ട്, അതായത് മരണപ്പെട്ട ആ വ്യക്തിയുടെ കുടുംബവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രമല്ല, അതായത് കാശ്മീരി ജനത ഇന്ത്യയോട് അല്ലെങ്കിൽ ആതങ്കവാദികളുടെ അടുത്ത് എങ്ങനെയാണ് നിലകൊള്ളുന്നതിന്റെ നേരെ ഉദാഹരണമാണ് നമ്മൾ കണ്ടത് എന്നാണ് അദ്ദേഹം പറയുന്നത്. അവിടെയുള്ള ഒരു വ്യക്തികളും തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്നില്ല. അവർക്ക് കൃത്യമായിട്ടുള്ള മറുപടി വേണമെന്ന് തന്നെയാണ് അവർ പറയുന്നത്. हमारे टूरिस्ट थे, उनको अपने कंधे पे बिठाकर मीलों बाद वो दौड़े उनके इलाज मुआवजा के लिए. बहुत ही अच्छा एक शहर. അതുപോലെ തന്നെ ഈ ആക്രമണം നടക്കുന്ന സമയത്ത് അവിടെ വന്ന, അതായത് ടൂറിസ്റ്റുകൾ ഒരാളെ സ്വന്തം ചുമലിലേറ്റി കിലോമീറ്ററുകൾ താണ്ടിയാണ് അദ്ദേഹത്തെ രക്ഷിച്ചതെന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം സംസാരിക്കുന്നത് പത്രപ്രവർത്തകരോട്. शायर ने कहा है, जर्रा जर्रा है मेरे कश्मीर का मेहमान नवाज, राख के पत्थरों ने पानी दिया मुझे. जब ये सानिया पेश आया, जम्मू कश्मीर का भी एक बाशिंदा अपनी जान की परवाह किए बगैर वो उसने അവിടുത്തെ ടൂറിസ്റ്റുകൾക്ക് എല്ലാവിധ സൗകര്യവും അതോടൊപ്പം തന്നെ എല്ലാ ജീവൻ പണയം വെച്ചും അവരെ രക്ഷിക്കാൻ തയ്യാറാണെന്നാണ് അവർ പറയുന്നത്. पर थे उन्होंने अपने आपके गुजरात में हुआ तो क्या सब गुजराती दंगाई है? बिल्कुल नहीं. हमारे सरदार भाई के साथ क्या हुआ? क्या तमाम फिर सरदार भाई दंगाई है? नहीं. इसी तरीके से अगर यहाँ पे कोई वारदात पेश आती है तो क्या सब कश्मीरी टेररिस्ट है? बिल्कुल नहीं. डायरेक्ट मुखातिब हूँ, हाथ में है. मैं जवाब आपसे तलब करता हूँ कि ये वाक़ा कैसे पेश आया वहाँ, और आप जिस आदमी को वहाँ आपने यहाँ का गोदी मीडिया दिखाता है और वो हिंदू और मुसलमान में तफरुका फैलाने की कोशिश कर रहे हैं. അതായത് ഇങ്ങനെ ഒരു അഭിപ്രായം, അതായത് ഇങ്ങനെ ചില ചോദ്യങ്ങൾ വരാനുണ്ടായിട്ടുള്ള പ്രധാന കാരണം എന്ന് പറയുന്നത്, ഇന്ത്യയിലെ ചില മീഡിയകൾ ഈ പഹൽഗാം ആക്രമണവുമായി ബന്ധപ്പെട്ട് നടത്തുന്ന ചർച്ചകൾ മുഴുവനും അവർ ദിനംപ്രതി കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ. ഓരോ നിമിഷത്തെയും ന്യൂസുകളൊക്കെ അവർ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കേരളത്തിന് പുറത്ത് അല്ലെങ്കിൽ സൗത്ത് ഇന്ത്യക്ക് പുറത്ത് BJP അനുഭാവമുള്ള മാധ്യമങ്ങൾ മുഴുവൻ ഹിന്ദു മുസ്ലിം ഒരു തീവ്ര വൈരാഗ്യം ജനിപ്പിക്കുന്ന രീതിയിലുള്ള ചർച്ചകളും വാർത്തകളുമാണ് കൊടുക്കുന്നതെന്നാണ് ഇവർ പറയുന്നത്. അതിന് പ്രത്യേകമായിട്ട് പറയുന്ന ഗോദി മീഡിയ എന്ന് തന്നെയാണ് എടുത്തു പറയുന്നത്. അവരെ ഇത്രമാത്രം ഈ ഒരു ചോദ്യങ്ങൾ ചോദിക്കാനുണ്ടായിട്ടുള്ള പ്രധാന കാരണം എന്ന് പറയുന്നത്, ഇന്ത്യയിലെ നോർത്ത് ഇന്ത്യൻ മാധ്യമങ്ങൾ വഴിയുള്ള വാർത്തകൾ പുറത്തുവിടുന്നതിന്റെ ആ ഒരു രീതി മനസ്സിലാക്കിക്കൊണ്ടാണ്. കാരണം നമുക്കറിയാം, ബീഹാർ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ആ തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് മോദി കൃത്യമായിട്ട് ആ തെരഞ്ഞെടുപ്പ് പ്രചരണവുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ ഇതിന്റെയൊക്കെ അടിസ്ഥാനത്തിൽ സംസാരിക്കുന്ന വാക്കുകളും പ്രസംഗങ്ങളൊക്കെ തന്നെ
അത് വേറെ ഒരു രീതിയിലേക്ക് വഴിതിരിച്ചു വിടുന്ന ഒരവസ്ഥ കൂടി കാണുന്ന ആ ഒരു തലത്തിൽ നിന്നുകൊണ്ടാണ് കാശ്മീർ ജനത സംസാരിക്കുന്നത്. അതായത് ഗുജറാത്ത് എന്ന് പറയുന്ന സംസ്ഥാനത്തിൽ ഉള്ള ഗുജറാത്ത് മുഴുവനും തീവ്രവാദികളല്ല. ഈ പറയുന്ന പഞ്ചാബിൽ പ്രശ്നം ഉണ്ടായിട്ടുണ്ട്, പഞ്ചാബികൾ ആരും തീവ്രവാദികളല്ല. കാശ്മീരിൽ ഇത് കണക്ക് ടെററിസ്റ്റ് ആക്രമണം ഉണ്ടായി, ഭീകരവാദ ആക്രമണം ഉണ്ടായി. കാശ്മീരിലുള്ള ജനത മുഴുവനും തീവ്രവാദികളല്ല. കാരണം തീവ്രവാദികളായിട്ട് തന്നെയാണ് അവർ കാണുന്നത്. അത് മതത്തിന്റെ അപ്പുറത്താണ് അവർക്ക് അതിനെയൊക്കെ മനസ്സിലാക്കുന്നത്. അപ്പൊ ഒരു കാരണവശാലും ഈ രീതിയിൽ മാധ്യമങ്ങൾ ന്യൂസ് സംപ്രേഷണം ചെയ്യരുത്, വാർത്തകൾ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ സംപ്രേഷണം ചെയ്യരുതെന്നൊക്കെയാണ് അവർ പറയുന്നത്. അവർ പറയുന്നതിലൊന്നും ഒരു തെറ്റുമില്ല. सब पर कदगन लगानी चाहिए। कश्मीरी ने हमेशा बताया है कि वो सेक्युलर कैरेक्टर पर बिलीव करता है। आज से नहीं, 5000 साल से। हिंदू मुस्लिम सिख इतिहाद जिंदाबाद जिंदाबाद। दूसरी चीज मैं और बताना चाहूंगा, जो दिखाया जा रहा है चारों तरफ, हमें कोशिश करनी है कि यहाँ पे जो तफरुका उठाने की कोशिश हो रही है पूरे मुल्क में, हमारे यहाँ पर स्टूडेंट्स हैं बाहर की रियासतों में, हमारे यहाँ पे बिजनेस के लोग हैं, हमारे यहाँ पे बच्चे पढ़ते हैं। माननीय होम मिनिस्टर साहब अमित शाह साहब, हमारे प्राइम मिनिस्टर साहब, मैं बड़े अदब से आपसे लाल चौक से गुजारिश करता हूँ, हर एक उस बच्चे की जान की हिफाजत, हर एक हमारे जहाँ पर कश्मीरी भाई हमारे हैं, जिस तरह यहाँ पे हम लोग हर किसी टूरिस्ट के लिए, हर किसी बहन भाई के लिए हमने अपने मकान खोल दिए, हमने अपने दुकानें खोल दी, हमने अपनी जायदादें वक्फ कर दी कि आइए, हमने ट्रांसपोर्ट खोल दिया। इसी तरीके से हमने അതായത് കാശ്മീരിന്റെ അവസ്ഥ എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പോ ആ ഒരു അവസ്ഥ നിലനിൽക്കുമ്പോൾ പോലും കാശ്മീരിലെ കുട്ടികളും വിദ്യാഭ്യാസം ചെയ്യുന്ന സ്കൂളുകൾ, കോളേജുകൾ, അങ്ങനെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ബിസിനസ് സ്ഥാപനങ്ങൾ, അതോടൊപ്പം തന്നെ എല്ലാ മേഖലയും ഈ ഒരു ടൂറിസ്റ്റ് വരുന്ന രീതിയിലേക്ക് എല്ലാ സന്തോഷകരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നടക്കണമെന്നുള്ള രീതിയിൽ തീവ്രവാദമോ മറ്റുള്ള ഒന്നും തന്നെ നോക്കാതെ കടകള്, അതുപോലെ തന്നെ പിന്നെ റൂമുകള്, അങ്ങനെയുള്ള എല്ലാ സൗകര്യവും ഒരുക്കി തന്നെയാണ് അവര് എല്ലാ കാര്യത്തിലും ഇന്ത്യ ഗവൺമെന്റിനൊപ്പം തന്നെയാണ് നിൽക്കുന്നത്. അങ്ങനെ ഉള്ള ഈ സ്ഥിതിക്ക് ഇനി അവർക്ക് ഏത് രീതിയിലാണ് മുന്നോട്ട് പോകാൻ പറ്റുക, അല്ലെങ്കിൽ എന്ത് സംരക്ഷണമാണ് ഇന്ത്യ ഗവൺമെന്റിൽ നിന്ന് കിട്ടുക എന്നൊക്കെയാണ് അവർ ചോദിക്കുന്നത്. ചോദിക്കുന്ന ചോദ്യത്തിനൊന്നും കൃത്യമായിട്ടുള്ള മറുപടി കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാവുമെന്നാണ് നമുക്ക് തോന്നുന്നത്. आपका काम होगा कि हमारे किसी बच्चे को, किसी आदमी को, किसी मर्दजन को कहीं पर कोई खराश तक नहीं आनी चाहिए। That is your job. വിദേശികൾ വരുമ്പോൾ അവർക്ക് ഒരു കാരണവശാലും വാഹന സൗകര്യം കിട്ടണം, അതിന് ബുദ്ധിമുട്ട് വരാൻ പാടില്ല. റൂമുകൾ ഉണ്ടാവണം, ആഹാരം, അതുപോലെ എല്ലാ സുഖ സൗകര്യങ്ങളെല്ലാം തന്നെ അവിടെ ഉണ്ടാവണം. അതിനൊപ്പം തന്നെ ഈ തീവ്രവാദ അക്രമികളെ കൂടി ഈ ബ്ലോക്ക് ചെയ്യേണ്ട, അല്ലെങ്കിൽ അതിന്റെ ഫുൾ സെക്യൂരിറ്റി കൊടുക്കേണ്ട ഒരു സാഹചര്യം എന്തുകൊണ്ട് ഇല്ലാതായി എന്നാണ് ചോദിക്കുന്നത്. ഇതിന്റെ പേരിൽ കാശ്മീരിലെ അവിടെയുള്ള ജനങ്ങൾക്കും പ്രയോജനമുണ്ട്, അത് വേറൊരു കാര്യം. അവർ ജോലി ചെയ്ത് തന്നെയാണ് അവർ അതിന്റെ വരുമാനം ഉണ്ടാക്കുന്നത്. അവിടെ വരുന്ന ടൂറിസ്റ്റുകളുടെ ഇത്രയും വലിയ ടൂറിസ്റ്റ് ഏരിയ ആണല്ലോ, അപ്പൊ അതിന്റെ ഒരു വരുമാനം കാശ്മീരിലുള്ളവർക്ക് കിട്ടുന്നുണ്ട്. തൊഴിലിന്റെ പേരിൽ അവർക്ക് അതിന്റെ തുക കിട്ടുന്നുണ്ട്, അതിന്റെ ശമ്പളം ഉണ്ട് അവർക്ക്. പക്ഷെ അതിനൊപ്പം തന്നെ ഇതിന്റെ സെക്യൂരിറ്റി ഈ രീതിയിലാണെന്നുണ്ടെങ്കിൽ അവർക്ക് എങ്ങനെയാണ് ഇതിന് മുന്നോട്ട് പോകാൻ പറ്റുക? ഇനി എന്ത് ഗ്യാരണ്ടിയാണ് ഇനി അവർക്കുള്ളത്? മോദി രാജ്യം മുഴുവൻ മോദി ഗ്യാരണ്ടി എന്ന് പറഞ്ഞു നടക്കുന്ന ഈ രാജ്യത്താണ് ഇത് സംഭവിച്ചിരിക്കുന്നത്. As the Prime Minister of this country, Home Minister Saab, that is your job as the Home Minister of this country, that you protect every single individual of this country, including a Kashmiri everywhere he is, the way we are protecting every tourist in our home. आज भी अगर आप देखेंगे मरहबा उन सब हमारे भाइयों और बहनों का टूरिस्ट का, अभी तक वो कह रहे हैं कि हम कश्मीर छोड़कर नहीं जा रहे हैं। हम इस साजिश को नाकाम करेंगे अपने यहाँ रहने से। मैं उम्मीद करता हूँ कि जितने भी लोग यहाँ से चले गए वो इंशाल्लाह जल्द से जल्द यहाँ पर वापस आएंगे। कश्मीरी की मेहमान नवाजी
ഈ ഒരു തീവ്രവാദ ആക്രമണവുമായിട്ട് ബന്ധപ്പെട്ട് അവർ ഒരു കാരണവശാലും ഭയന്ന് ഓടുകയോ ഒന്നും തന്നെയില്ല. അവർ ആ നാട്ടിൽ തന്നെ ജീവിച്ചുകൊണ്ട് തന്നെ ഈ കാര്യങ്ങളെല്ലാം അവരുടെ കുടുംബവും അല്ലെങ്കിൽ അവരുടെ വീടും അതൊന്നും ഉപേക്ഷിച്ച് പോകാൻ അവർ തയ്യാറല്ല. കാരണം അത്രമാത്രം ആ സ്ഥലത്തെ അല്ലെങ്കിൽ ആ പ്രദേശത്തെ അവർ ഇഷ്ടപ്പെടുന്നുണ്ടെന്നുള്ളതാണ്. पूरे मुल्क में जानी जाती है, में चल रहे हैं। मैं यही बात प्राइम मिनिस्टर से करना चाह रहा हूँ, होम मिनिस्टर से करना चाहता हूँ, लाल चौक से कर रहा हूँ मैं कि जनाब, जब भी यहाँ कोई दंगा होता है मुल्क में, आप किस तरह, हमारा काम है यहाँ पर हर किसी टूरिस्ट को अपना घर हमने वक्फ कर दिया है, अपने कांधों पर उठा के लोग उनके साथ चलते हैं। हर जगह पर आप देखिए खुशी से रह रहे हैं। यह सानिया जो पेश आया, इसी तरीके से आपको भी देखना है कि किसी पर खराज ना आए। അതാണ് പറയുന്ന കൃത്യമായിട്ടുള്ള കാര്യങ്ങളാണ്. അവര് സ്വന്തം വീട് പോലും ടൂറിസ്റ്റുകൾക്ക് വേണ്ടി തുറന്നു കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ അവർക്ക് എന്തെങ്കിലും പ്രശ്നം വരുന്ന ഈ സമയത്ത്, ആക്രമണം ഉണ്ടാകുന്ന സമയത്ത് സ്വന്തം സഹോദരനെ പോലെ സഹോദരിയെ പോലെ സ്വന്തം തോളിലെടുത്തുകൊണ്ടാണ് അവരെ രക്ഷപ്പെടുത്തിയെന്ന് തന്നെയാണ് അവർ പറയുന്നത്. किसी कश्मीरी बच्चे पर, स्टूडेंट पर, बिजनेसमैन पर, कहीं पर भी, हिंदू पर, न मुसलमान पर, न सिख पर, न ईसाई पर, ये हम आपसे चाह रहे हैं। हम आज सवाल आपसे करते हैं, आप हमको बताइए कि ये जो आदमी थे, आतंकवादी थे, ये कौन है? हमें नहीं मालूम ये कौन है, हम नहीं जानते हैं ये कौन है। ये यहाँ कैसे आ गए? पहलगाम में 22 रन में कैसे पहुंच गए? इनको कैसे वहां पहुंचाया गया? इसका जवाब आपको देना है, कश्मीर को नहीं देना है। वाकई में हमारे दिल मजरू हैं। यहाँ हर एक घर, हर एक बंदा, हर एक भाई, हर एक बहन आज खून के आंसू पी रहा है। स्वर्गवार है पूरा कश्मीर। और हम उम्मीद करते हैं कि हमारे जितने भी यहाँ बाहर के लोग हैं वो इंशाल्लाह यहाँ पर रहेंगे, और जिस तरीके से वो दिखा रहे हैं कि नहीं, हम आपके साथ खड़े हैं। कश्मीर की मेहमान नवाजी का बहुत ये हाल है यहाँ का। नेशनल मीडिया नेशनल मीडिया ऐसा नहीं है, मगर जो लोग ये कोशिश कर रहे हैं कि इस तरीके से हिंदू मुस्लिम का तफरुका पेश आए, वो उनका अपना सोचा समझा हुआ प्लान है। और यहाँ के लोग और हमारे जो यहाँ टूरिस्ट बरादरी है, ये उनका वो प्लान फेल कर देंगे, और उस प्लान को फेल कर देंगे। हम सब जितने भी ये हमारे यहाँ पे ये 26 लोग, 27 लोग जो जाँ बाग हुए, हर एक के घर के साथ हम शाना बशाना उस गम में आपके साथ शरीक हैं। അപ്പോൾ നിലവിലെ കാശ്മീരിലെ സാഹചര്യം അല്ലെങ്കിൽ അവിടുത്തെ ഒരു അന്തരീക്ഷം വളരെ പരിതാപകരമാണ്. ഓരോ കുടുംബങ്ങളിലും കുഞ്ഞു മുതൽ പ്രായം ചെന്ന വ്യക്തികൾ വരെ, പ്രായം ചെന്ന സ്ത്രീകളായാലും പുരുഷന്മാരായാലും എല്ലാവരും തന്നെ ദുഃഖത്തിലാണ്. എല്ലാവരും കണ്ണീരിന്റെ ഒരു വക്കിൽ തന്നെയാണ് നിൽക്കുന്നത് എന്നുള്ള ഒരു അനുഭവം കൂടിയാണ് അദ്ദേഹം പങ്കുവയ്ക്കുന്നത്. എന്ത് തന്നെയായാലും ഈ ഒരു അന്തരീക്ഷം മാറ്റി പഴയതുപോലെ നിലവിൽ എങ്ങനെയായിരുന്നു കാശ്മീർ അല്ലെങ്കിൽ പഹൽഗാം എന്ന ഗ്രാമം ഉണ്ടായിരുന്നത്, അല്ലെങ്കിൽ ടൂറിസ്റ്റ് മേഖല എങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത്, അതേപോലെ തന്നെ കൊണ്ടുവരുമെന്നും, അതുപോലെ തന്നെ ഇന്ത്യയിൽ ഹിന്ദു മുസ്ലിം എന്ന് പറയുന്ന ഒരു അജണ്ട അല്ലെങ്കിൽ ഒരു ധ്രുവീകരണം, അത് ആരാണോ നിർമ്മിച്ചെടുത്തിരിക്കുന്നത് അവരുടെ പ്ലാൻ കൃത്യമായിട്ടും അത് പൊളിക്കുക തന്നെ ചെയ്യുമെന്ന് തന്നെയാണ് അവർ നിലവിലെടുത്തിരിക്കുന്ന നിലപാടും തീരുമാനങ്ങളും. നന്ദി, നമസ്കാരം.